ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനവുമായി സ്തോത്രം നിങ്ങളുടെ മധ്യത്തിലും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ എല്ലാവരും, എങ്കിലും നമ്മൾ അപ്പയുടെ സന്നിധിയിലാണ്. അതിന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന എന്റെ കൂട്ടു സഹോദരി ബീന സിസ്റ്റർ, സ്തോത്രം, ഗ്രേസി ആന്റി ഫാമിലി, ലീന സിസ്റ്റർ, കടന്നു വന്ന എല്ലാവർക്കും ഹാലേലിയ. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്, ലീന സിസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരോടും ഒന്നിച്ചായിരിക്കാം. സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിന് നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് ആയുസ് തന്നതുകൊണ്ടാണ് നാം ഇങ്ങനെ ഇരിക്കുന്നത് പുഞ്ചിരിയോടെ, ഇല്ലേ? ഹാലേലിയ. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ സമപ്രായക്കാര്, നമ്മളെ കാട്ടി പ്രായം കുറഞ്ഞവര്, സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയും ക്യാൻസർ പെട്ടെന്ന് എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ടൊക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇത്രയൊക്കെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നപ്പോ കിട്ടുന്ന സമയം ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. നിരാശകളുണ്ട്, വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയും നമ്മളെ നടത്തുന്ന ഒരു അപ്പനും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിന്റെ എല്ലാം നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ, ഹാലേലിയ, കഷ്ടതയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ ആശ്വാസത്തോടും ബലത്തോടും ഹല്ലേലിയ നാം എല്ലാവരും ആയിരിക്കുന്നത്. സകല മഹത്വവും എന്റെ അപ്പൻ അർപ്പിക്കുകയാ. സ്തോത്ര, ഹാലേലിയ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചേ, പക്ഷെ പിന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേട്ട ഒന്നോ രണ്ടോ പേരെങ്കിലും കാണും. സ്തോത്രം. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദൈവം അത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നെങ്കിൽ ചില വിടുതലുകൾ പ്രത്യക്ഷമായി നടക്കും. സ്തോത്രം. കഴിഞ്ഞ മീറ്റിങ്ങില്, ബീന സിസ്റ്ററുടെ മീറ്റിങ്ങില്, സ്തോത്രം, ഞാനന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ, പക്ഷെ അന്ന് വീഡിയോ ഓഫ് ചെയ്യാതെ തന്നെ, വീഡിയോ ഓഫ് ചെയ്തിരുന്നിട്ട് അവരുടെ സാഹചര്യം കൊണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ഞാൻ പറഞ്ഞു എല്ലാവരോടും ദൂത് പറയാൻ സമയമില്ല, പക്ഷെ ഏറ്റെടുത്തോണമെന്ന് പറഞ്ഞപ്പോ ഒരു സിസ്റ്റർ ഇത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. അന്ന് ആ സിസ്റ്ററുടെ വീട്ടിൽ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടന്നു. ഞാൻ വേറൊന്നും പറയുന്നില്ല, 10 വർഷമായി ലഭിക്കാത്ത ഒരു മറുപടി അന്ന് നടന്നു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, സ്തോത്രം, ദൂത് പറയുന്നോന്നല്ല, വചനം ഏറ്റെടുക്കുക എന്നുള്ളതാ. ബീനസുശ്രീ ഇതിനെല്ലാം മെനക്കെട്ട് എല്ലാ ദിവസവും ദൈവനിയോഗ പ്രകാരം ദൈവദാസന്മാരെ, ദാസിമാരെ വിളിച്ച് ഇതെല്ലാം ചെയ്യുന്നതിന് ഒരാടെ വിടുതലായിരിക്കും. ഹാലേലൂയ. അത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, വചനം ഏറ്റെടുത്തോണം. എന്നോടാ എന്റെ ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. പ്രസംഗിക്കുന്ന ആരെ നോക്കണ്ട, ദൈവത്തിന്റെ വചനമാ അവർ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ദൈവശാസ്യമാ, എന്ന് വെച്ചാൽ അപ്പന്റെ ശ്വാസമാ. അത് നമ്മൾ അങ്ങ് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമെന്നാ. സ്തോത്രം. അതിനായി ഇന്ന് വൽക്കാലം സമർപ്പിക്കാം. ഹല്ലേലൂയ. യഹോവ കണ്ടു എന്നുള്ള വിഷയം. സ്തോത്രം. യഹോവ എന്തെല്ലാം കണ്ടു? ഒരു ഭക്തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കഷ്ടത കാണും, നമ്മുടെ നിന്ദ കാണും, നമ്മൾ അനിഷ്ട എന്ന് കാണും. ഹാലേലൂയ. നാം അനുഭവിക്കുന്ന പ്രയത്നങ്ങളൊക്കെ ശത്രു അത് അപഹരിക്കുന്നത് കാണും. നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയെ നാം നിലവിളിക്കുന്നത് കാണും. സ്തോത്രം. അപ്പൊ യഹോവ ഇന്ന് ചിലത് കണ്ടു, അത് കണ്ടിട്ട് മാറിയിരിക്കുകയല്ല, കണ്ട വിഷയത്തിന് ദൈവം മറുപടി കൽപ്പിക്കാൻ പോവാ. അപ്പൊ വചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് വിശ്വസിക്കുക, ദൈവം എന്നെ ഇന്ന് കണ്ടിരിക്കുന്നു, ദൈവം എനിക്ക് മറുപടി കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, അതിന്റെ 31-ാം വാക്യം. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടു. സ്തോത്രം. സ്തോത്രം. അതിന്റെ ശേഷം അവളുടെ ഗർഭത്തെ തുറന്നു. അപ്പോൾ ലേയ അനിഷ്ട എന്ന് കണ്ടിട്ട് എന്റെ ദൈവം മാറിയിരുന്നില്ല, അവിടെ വിഷയം എന്താണോ അത് തുറന്നു. ഇന്ന് സഹോദരന്മാരുണ്ട്, ഇതിനകത്തിൽ പാസ്റ്റർമാരുണ്ട്, സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ദൈവം കൺഫർമേഷൻ തരിക, ദൈവം കണ്ടു, ദൈവം തുറന്നു. ഹാലേലൂയ. സ്തോത്രം. ആമേൻ. അതിനുശേഷം 32-ാം വാക്യത്തിൽ പറയുന്നു, ലേയ പറയുന്ന ഒരു കാര്യമാ, യഹോവ എന്റെ സങ്കടം കണ്ടു. ആദ്യം യഹോവ പറയുന്നു എന്ത്? യഹോവ അനിഷ്ട എന്നാര് കണ്ടു? യഹോവ. ലേയ അനിഷ്ട എന്നാര് കണ്ടു? യഹോവ കണ്ടു.
ലേയ തിരിച്ചു പറയുക, ദൈവം എന്റെ സങ്കടം കണ്ടു. സ്തോത്രം. മൂന്നാമത് അതിന്റെ 33 സെക്കൻഡ് പാർട്സ്. ആമേൻ സ്തോത്രം. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട്. ആമേൻ സ്തോത്രം. അപ്പൊ യഹോവ കണ്ടു, യഹോവ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം വിശ്വസിച്ചോണം, ദൈവം നമ്മുടെ ആമേൻ നാം അനിഷ്ട എന്നുള്ളത് കാണുക മാത്രമല്ല, ആ സംസാരങ്ങളില്ലേ, ഹല്ലേലൂയ, നമ്മളെ അനിഷ്ട എന്നെണ്ണിക്കൊണ്ട് സംസാരിക്കുന്ന ചില സംസാരങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, അത് നാം കാണുന്നില്ല. അതൊരു പക്ഷെ മൊബൈലിൽ കൂടെ ആയിരിക്കും, അല്ല വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വഴിയാത്രയിലായിരിക്കും, ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയുക, ദൈവം കേട്ടു. നിന്നെ കുറിച്ച് അനിഷ്ട എന്ന് പറയുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. ദൈവം കേട്ടത് കൊണ്ട് ഇന്നു രാത്രി ദൈവം ചിലത് തുറക്കാൻ പോകുക. അടഞ്ഞിരിക്കുന്ന ഏത് വിഷയമാണോ നീ അനിഷ്ട എന്നെണ്ണി നിന്റെ ഭവനത്തിൽ നീ നിന്ദിക്കപ്പെട്ടത്, അല്ല നിന്റെ സമൂഹത്തിൽ നീ നിന്ദിക്കപ്പെട്ടത്, അവിടെ ദൈവം തുറക്ക മാത്രമല്ല പിന്നെയും അങ്ങോട്ടുള്ള വഴികളും ദൈവം ഓപ്പൺ ആക്കാൻ പോവാ. സ്തോത്രം. ഈ ലേയ അനിഷ്ട എന്നെണ്ണാനുള്ള കാരണം, സ്തോത്രം, ആമേൻ, ഉൽപ്പത്തി പുസ്തകം തന്നെ 29 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ലാബാന്റെ 2 മക്കളായിരുന്നു. യാക്കോബ് അവിടെ ചെന്നപ്പോൾ റാഹേലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ ഹിസ്റ്ററി അറിയാം. പക്ഷെ ലേയുടെ ഒരു ഒരു കുറവെന്ന് പറയാം. സ്തോത്രേന 29-ന്റെ 17-ാം വാക്യവും 18-ാം വാക്യവും, ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. സ്തോത്രം. എവിടം തൊട്ട് അവൾ അനിഷ്ടയായെന്ന് ഓർത്തോണം. സ്തോത്രം. ആമേൻ. അവിടെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പേ അവളുടെ സൗന്ദര്യ കുറവിനെ എടുത്തു കാട്ടിക്കൊണ്ട്, അവളുടെ കണ്ണിന്റെ ശോഭയെ എടുത്തു കാട്ടിക്കൊണ്ട്, അവൾക്ക് മനോഹാരിത ഇല്ലെന്ന് പറഞ്ഞ്, അവൾക്ക് ഒരുപക്ഷെ നിറം കുറവായിരിക്കാം, ഒരുപക്ഷെ സൗന്ദര്യം കുറവായിരിക്കാം. ദൈവമക്കളെ, ഒരു കാര്യം ദൈവം ഉറപ്പ് നൽകുക, നിനക്ക് നിറം കുറവോ, നിനക്ക് സൗന്ദര്യം കുറവോ, നിനക്ക് വിദ്യാഭ്യാസം കുറവോ, നിനക്ക് സാമ്പത്തികം കുറവോ, ഒന്നും എന്റെ അപ്പന് വിഷയമല്ല. നീ എവിടൊക്കെ അനിഷ്ടയെന്ന് ആരൊക്കെ നിന്നെ കുറിച്ച് പറയുന്നു, അത് കാണുന്ന ഒരു തമ്പുരാൻ, അത് കേൾക്കുന്ന ഒരു തമ്പുരാൻ, എന്നെ നിന്നെ സൃഷ്ടിച്ച ഒരപ്പൻ എനിക്കും നിനക്കും വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം വിശ്വസിക്കണം കേട്ടോ. ഏതെല്ലാം വിഷയത്തിലാണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നത്, അതാര് കണ്ടു? ദൈവം കണ്ടു. സംസാരങ്ങൾ ആര് കേട്ടു? ദൈവം കേട്ടു. ഹല്ലേലൂയ. ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, ഒരേ വീട്ടിലെ 2 സഹോദരിമാർ. ആമേ സ്തോത്രം. പക്ഷേ സൗന്ദര്യക്കുറവിന്റെ പേരിൽ, കണ്ണിന്റെ ശോഭയുടെ പേരിൽ അനിയത്തിയെ സ്നേഹിച്ചിട്ട് ചേട്ടത്തിയോട് ഒരു അല്പം, ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ആമേൻ. ആ 30-ാം വാക്യത്തിൽ വരുമ്പോഴും ഉണ്ട്, അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു, റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇത് ആര് കാണുക? ലേയെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്നൊന്ന് വിശ്വാസത്തോടെ പറയാവോ, എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം ചിലത് കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരുടെ എടുത്ത് പറയാൻ പോണ്ട, പക്ഷെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. ദൈവം ഇറങ്ങും കേട്ടോ. ദൈവം കണ്ടിട്ട് മാറിയിരിക്കുകയല്ല, ദൈവം കേട്ടിട്ട് മാറിയിരിക്കുകയല്ല, അതിന് പോം വഴിയുമായി തമ്പുരാൻ ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ. എവിടെയാ സ്വന്തം സഹോദരൻ, ഭർത്താവ്, ആ 2 പേരിൽ നിന്നാ ഹല്ലേലൂയ ഈ ഒരു അവസ്ഥ ഉണ്ടായേക്കുന്നെങ്കിലും ദൈവം അവിടെ കുടുംബത്തിൽ ദൈവം ആദ്യം ഇറങ്ങി വന്നു. കുടുംബത്തിൽ ദൈവം ഹല്ലേലൂയ തുറക്കേണ്ടത് ആദ്യം തുറന്നു. ഹല്ലേലൂയ. ഇന്നു രാത്രി വിശ്വസിക്കാമോ? അതിനുശേഷം തലമുറകളിലേക്ക് ദൈവം ചെയ്യുന്നത് ഞാൻ പറയാം. പക്ഷെ ആദ്യം നിന്റേത് കണ്ടിട്ട് പിന്നെ നിന്റെ തലമുറകളിലേക്കുള്ള വിടുതല്
തമ്പുരാൻ ആരംഭിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭം തുറന്നു. പല ലേയമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ആമേൻ. ഇഷ്ടമില്ലാതെ, നിന്നെ കാണുന്നത് ഇഷ്ടമില്ലാതെ, ഹല്ലേലൂയ, നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാതെ, നിന്നെ കാണുമ്പോൾ സംസാരം നിർത്തിയിട്ട് മാറുന്ന ഭവനാന്തരീക്ഷത്തിലെ കൂട്ടുകാരുടെ നടുവിൽ പല ലേയമാർ നിന്ദിക്കപ്പെടുന്നവരുണ്ട്. തമ്പുരാൻ ഈ രാത്രിയിൽ ഉറപ്പ് നൽകുക. ഓ, വചനം ഒന്ന് വിശ്വസിക്കാമോ? ഈ രാത്രി ചില ലേയമാർക്ക് വേണ്ടി ദൈവം ഭവനത്തിൽ തന്നെ ചിലത് ഓപ്പണാക്കാൻ പോകുക. ജൂഡാമാന ഹംദലാറകൾ ഘടകനഹ ഹംദലാറവൽ പ്രഭാസ്തുര. ഹല്ലേലൂയ. ദൈവം തുറക്കും കേട്ടോ. ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കുക. ദൈവം ഭവനവുമായി ബന്ധപ്പെട്ട ഹല്ലേലൂയ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ചില വാതിലുകൾ ഓപ്പണാക്കുക. ജൂഡാമാന ഹംദലാറകൾ ഘടകനഗനക ഹംദലാറകൾ ഘടകശസ്യ. ഹല്ലേലൂയ. ബീനസിസ്റ്റർ, ദൈവാത്മാവ് പ്രാരംഭത്തിൽ ദൂത് വിളിച്ചു പറയുക, ഭവനത്തിൽ തന്നെ നിനക്ക് വേണ്ടി ചിലത് ഓപ്പണാക്കാൻ പോവാ. നിന്റെ ഭവനാന്തരീയ വശവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ചില വഴികൾ ദൈവം ഓപ്പണാക്കും. ഹല്ലേലൂയ. നീ അനിഷ്ടയെന്ന നിന്റെ സഹോദരങ്ങളുടെ തോന്നൽ, നീ അനിഷ്ടയെന്ന നിന്റെ നാട്ടുകാരുടെ തോന്നൽ, പക്ഷെ നിന്റെ കുടുംബത്തെ മാനിക്കാൻ തമ്പുരാൻ നിന്റെ ഭവനത്തിൽ ചിലത് തുറക്കാൻ പോകുക. തമ്പുരാൻ കേട്ടുകെട്ടോ. തമ്പുരാൻ ചിലത് കേട്ടുകെട്ടോ. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പറയുന്ന, നിങ്ങളുടെ കുടുംബത്തിനെതിരെ പറയുന്ന ചില വാക്കുകളെ തമ്പുരാൻ കേട്ടു. ദൈവം ഓപ്പണാക്കും കേട്ടോ. ദൈവം ഓപ്പണാക്കും. നിങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ, അത് സാക്ഷ്യമായി വെളിപ്പെടട്ടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. അതിനുശേഷം നാം കണ്ടത്, യഹോവ എന്റെ സങ്കടം കണ്ടു. ഇന്നൊന്ന് വിശ്വസിക്കാം. നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, അപ്പൻ എന്റെ സങ്കടം കണ്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, മനുഷ്യർ കണ്ടാൽ അതിന് പോംവഴി ഇല്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ ദൈവം കണ്ടാൽ അതിന് പോംവഴി ഉണ്ടെന്ന്. നിന്റെ സങ്കടം മനുഷ്യർ കണ്ടാൽ അതിന് മറുപടി ഇല്ല. പക്ഷെ എന്റെ ദൈവം കണ്ടാൽ അതിന് പോംവഴിയുമായിട്ടേ വരുത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അജയ് ബ്രദറെ, ദൈവാത്മാവ് പറയുക, ദൈവം ചിലത് കണ്ടു. ആമേൻ. സ്തോത്രം. ദൈവം ചില വിഷയങ്ങളുടെ പോംവഴിയുമായിട്ട് വരാൻ പോവുകയാണ്. കാരണം നീ അപ്പന്റെ സന്നിധി വെച്ചിരിക്കുന്ന ചില വിഷയം നിനക്കറിയത്തില്ല അത് എങ്ങനെയെന്ന്. ഹല്ലേലൂയ. നിനക്കറിയത്തില്ല എങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ സ്വർഗം പറയുക, ദാസനെ, നിനക്ക് വേണ്ടി പോംവഴി ദൈവം തരും. യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം ദൈവം ഉറപ്പ് തരിക, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും ഹല്ലേലൂയ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെയുള്ള ചില ക്രിയകളുടെ നടുവിൽ തമ്പുരാൻ പറയുക, പ്രതിക്രിയ അപ്പന്റെ ഭാഗത്തുനിന്ന് ദൈവം അയച്ച് രക്ഷിക്കാൻ പോകുക. ഒറ്റ കാര്യം, നിരാവും പകലും അപ്പനോട് നിലവിളിക്കാൻ മാത്രം മതി. മനുഷ്യനോട് നീ മറുപടി പറയാൻ പോണ്ട. സ്വർഗം ഇറങ്ങി മറുപടി പറയുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവമക്കളെ, ക്രിയയും പ്രതിക്രിയ എന്തിനാ? ഒരാൾ നമുക്കെതിരെ ഒരു ക്രിയ ചെയ്യുമ്പോഴേ അതെങ്ങനെ അതിന് പോംവഴി, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം. സ്വർഗം പറയാ, രക്ഷപ്പെടുത്താൻ യഹോവ ഉണ്ടെന്ന്, പ്രതിക്രിയ നടത്താൻ ദാസനെ യഹോവ ഉണ്ടെന്ന്. രാവും പകലും അതിന്റെ വിഷയം അപ്പയുടെ കൈ വെച്ചോളാൻ യേശുവിന്റെ നാമത്തിൽ. ന്യായം തരാത്ത ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലർ എടുത്തു പോയി മുട്ടിയിട്ട് വാതിൽ കൊട്ടിയടച്ചതുപോലെ ചില ന്യായാധിപന്മാർ കാണിച്ചെടുത്ത് ദൈവം ഇറങ്ങുമെന്ന് യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ചിലര് മനുഷ്യരാ അകറ്റുന്നത് കേട്ടോ, പക്ഷെ ദൈവം ഇറങ്ങാൻ പോവുക.
ഇത് ദൈവത്തിന്റെ കരമെന്ന് വെളിപ്പെടാൻ ദൈവം ചില മേഖലകളിൽ ഇറങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അടയാളമായി വെളിപ്പെടണമേ, ശുശ്രൂഷ മേഖലയിൽ വെളിപ്പെടണമേ അപ്പാ. കർത്താവെ, സാക്ഷ്യങ്ങൾ കേൾപ്പിക്കണമേ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പ ലേയായെ എന്നായി കണ്ടു? അനിഷ്ട എന്ന്. ഹല്ലേലൂയ. അത് ആര് കേട്ടു? സ്വർഗം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, അവിടെ സങ്കടം ആര് കേട്ടു? സ്വർഗം കേട്ടു. ഹല്ലേലൂയ. 3, അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട്. ഹല്ലേലൂയ. പിന്നീട് തലമുറകളെ കൊടുത്ത കാര്യം അതിനകത്ത് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇന്നു രാത്രി ദൈവം ഹല്ലേലൂയ കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. ലേയമാരെ, ലോകത്തിന്റെ നടുവിൽ നീ അനിഷ്ടയെന്നു ഹല്ലേലൂയ നിനക്ക് തോന്നുമ്പോൾ ഒറ്റ കാര്യം പറ, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാ. ചൂടാമന ഹംദല റബൽ പ്രബനഗസ്യ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അനിഷ്ട എന്ന് കണ്ട ലേക്ക്, ഹല്ലേലൂയ, കുടുംബത്തിൽ അനിഷ്ട എന്ന് കണ്ട ലേക്ക്, ഹല്ലേലൂയ, ഭർത്താവിന്റെ മുമ്പിൽ സ്ഥാനം കുറവുള്ള ലേക്ക് വേണ്ടി ആരിറങ്ങുക? തമ്പുരാൻ ഇറങ്ങുകയാ. ചൂടാമാന ഹംദല റബൽ പ്രഭ അസ്തുന അരകൽ ഘടക. ദൈവം ഹല്ലേലൂയ അവിടെ ഇറങ്ങുക മാത്രമല്ല, തലമുറകളെ കൊടുത്തു. ഹല്ലേലൂയ. ആ അധ്യായത്തിൽ തന്നെ ഹല്ലേലൂയ ഉണ്ടല്ലോ. പക്ഷെ 2 പേരെ പറ്റി ആമേൻ അനിഷ്ട എന്ന് ലോകം വിധി എഴുതിയ ലേയുടെ 2 തലമുറയെ ദൈവരാജ്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് ഓർപ്പിക്കുവാൻ ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി നിൽക്കുകയാണ്. 1 ഹല്ലേലൂയ ആമേൻ അതിന്റെ 34 ലാസ്റ്റ് ഭാഗം, അവന് ലേവി എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ലേവി എന്ന വാക്കിന്റെ അർത്ഥം പറ്റിച്ചേരുക. ഹല്ലേലൂയ. ഒരു പൈതലിന് എന്നാ പേരിട്ടെ? ആദ്യം രൂബേൻ ഉണ്ടായി, ഷിമയോൻ ഉണ്ടായി, പിന്നെ ലേവി, പിന്നെ യഹൂദ. സ്തോത്രം. ഇത് കഴിഞ്ഞ് തൽക്കാലത്തേക്ക് അവിടെ പറയുന്നുണ്ട് പ്രസവം നിന്ന് പിന്നീട് വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടായതുണ്ട്. പക്ഷെ ലേവിയെ പറ്റിയും യഹൂദയെ പറ്റിയും ആരുടെ? അനിഷ്ട എന്ന് കണ്ട ലേയുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചത്, ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. യോസഫിനെ ദൈവം തെരഞ്ഞെടുത്തു, അത് ഭൗതിക അനുഗ്രഹത്തിന്റെ പേരിൽ. പക്ഷെ ദൈവരാജ്യത്തിനു വേണ്ടി അനിഷ്ടയുടെ പൈതങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്നു രാത്രിയിൽ ഒരു കാര്യം ഉറക്കണം, നിങ്ങളെ എന്തുകൊണ്ടാ മാറ്റി നിർത്തുന്നേ? തലമുറകളെ ദൈവത്തിന് തെരഞ്ഞെടുക്കാനുണ്ട്, ദൈവനാമത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാനുണ്ട്, ദൈവത്തിന് തെളിയിക്കാനുണ്ട്. സമൂഹത്തിൽ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? സഭയിൽ എന്തുകൊണ്ട് നിങ്ങളെ ഹല്ലേലൂയ മാറ്റി നിർത്തുന്നു? ഹല്ലേലൂയ. തലമുറകളെ എന്റെ അപ്പന് മാനിക്കാനുണ്ട്. തലമുറകളെ നോക്കി ഇന്ന് വിളിച്ചു പറയണം കേട്ടോ. എന്റെ ദൈവം ഒരു വീട്ടിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ വിളിച്ചു പറയണം. 2 ഉണ്ടോ 3 ഉണ്ടോ വിളിച്ചു പറ. എന്റെ തലമുറകളെ എന്റെ അപ്പൻ ദൈവരാജ്യത്തിനു വേണ്ടി സെലക്ട് ചെയ്ത് മാനിക്കാൻ പോവുക. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അനിഷ്ട എന്ന് തോന്നുന്ന ദൈവ പൈതല് ഇന്നു രാത്രിയിൽ ഒന്ന് വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അനിഷ്ടമാരെ ദൈവത്തിന് ഇഷ്ടമുള്ളവരാക്കുന്ന രാത്രിയാ. ആമേ സ്തോത്രം, ആമേ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലേവി പറ്റി ആമേ സ്തോത്രം ബൈബിളിൽ കാണുമ്പോൾ ലേവിയ കുടുംബത്തെ പറ്റിയുള്ള ആമേ സ്തോത്രം 6 കാര്യങ്ങൾ ഹല്ലേലൂയ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ലേവി ഗ്രഹത്തെ അനിഷ്ട എന്ന് ലോകം കണ്ട, അനിഷ്ട എന്ന് കുടുംബത്തിൽ കണ്ട, സഹോദരങ്ങളുടെ നടുവിൽ അനിഷ്ട എന്ന് കണ്ട ലേയുടെ തലമുറയായ ലേവിയെ കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചത്. ആമേൻ. 18 ആവർത്തനം 18-ന്റെ 5-ാം വാക്യം, യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും
അവനെയും പുത്രന്മാരെ അല്ലയോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരുടെയാ? ഹല്ലേലൂയ, ലേവിയുടെ. 18-1 വാക്യം വായിച്ചാ മതി കേട്ടോ. അപ്പം അത് തൽക്കാലത്തേക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള തെരഞ്ഞെടുപ്പാണോ? അല്ലെന്നേ. ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് കയറ്റിയിട്ട് നിന്റെ തലമുറയെ താഴെ ഇടുന്ന അപ്പനല്ലെന്ന്. കാരണം നീ അനിഷ്ടയായിട്ട് കുറെ വേദന തിന്നു, നീ അനിഷ്ടയായിട്ട് കുറെ സങ്കടം തിന്നു, നിന്റെ തലമുറയെ ഓർത്ത് ഹല്ലേലൂയ നീ നിലവിളിച്ചു. ദൈവം പറയുക, കുഞ്ഞുങ്ങളെ ദൈവം ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക് ആക്കിയിട്ട് ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന ദിനമായി ഇന്നെന്നൊന്ന് വിശ്വസിക്കാമോ? ദൈവിക പദ്ധതി ഇന്ന് എന്റെ മേൽ മാത്രമല്ല, എന്റെ തലമുറകളിൽ വെളിപ്പെടുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ അനിഷ്ടയായ, ഭവനത്തിൽ അനിഷ്ടയായ ലേയയുടെ തലമുറയെ തമ്പുരാൻ മാനിച്ചെങ്കിൽ ദൈവവൈദ്യ ഒറ്റ വിശ്വാസം, നിന്റെയും എന്റെയും വിശ്വാസത്തിന്റെ മുമ്പിലാ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോണ്ട കേട്ടോ, അപ്പൻ ഇറങ്ങും. ഹല്ലേലൂയ. അവിടെ പ്രത്യേകം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയും പുത്രന്മാരെയും. 12 മക്കൾ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേയയുടെ കുഞ്ഞിനെ ദൈവം തെരഞ്ഞെടുത്തത്. ദൈവം അവിടെ കഷ്ടത കേട്ടു, അവിടെ നിന്ന കേട്ടു, അവിടെ സങ്കടം കണ്ടു, അവൾ അനിഷ്ടയെന്ന് കണ്ടു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴേ ഒരു വാക്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ദിനംപ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എന്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദൈവത്തിന്റെ നിയമമേ, ദൈവം വളരെ വർഷങ്ങൾ കഴിഞ്ഞാലും നിവർത്തിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ജയം. 98 ഓഗസ്റ്റ് 28 ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ച വചനം ഇത്. ഞാൻ എന്റെ ബൈബിളിന്റെ സൈഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1998 ഓഗസ്റ്റ് 28 വൈകിട്ട് സംസാരിച്ച വചനം. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം എനിക്ക് മകനെ തരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഉറപ്പാ, നീ അനിഷ്ടയാണോ, നീ നിന്ദിതയാണോ, നിന്റെ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഗ്രേസിയാന്റി വിശ്വസിക്കാൻ പറയുക, പലയിടത്തും അനിഷ്ടയാ, പലയിടത്തും മാറ്റി നിർത്തി, പലരുടെ കൺമുമ്പിൽ നിന്നതയാ. പക്ഷെ ഒരു കാര്യം ദൈവം ഉറപ്പിക്കുക, തലമുറയെ ദൈവം കർത്തൃനാമത്തിന് വേണ്ടി തെരഞ്ഞെടുക്കും. ചൂടാമന, അതിനപ്പുറം ഒരു ഭാഗ്യം ഈ ഭൂമിയിൽ ഇല്ല മാതാവേ, പിതാവേ. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക. പലരുടെയും മുമ്പിൽ നീ കേട്ടു, സഹോദരങ്ങളുടെ നടുവിൽ നീ അനിഷ്ടയായിരുന്നു, കൂട്ടുകാരുടെ നടുവിൽ നിങ്ങൾ അനിഷ്ടരായിരുന്നു. ഹല്ലേലൂയ. തമ്പുരാൻ പറയാ, ആ അനിഷ്ടയുടെ തലമുറയെ ദൈവം മാറ്റും കേട്ടോ. ദൈവം മാറ്റും, ഉറപ്പ് നൽകുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 1 കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ. 2 ആവർത്തന പുസ്തകം തന്നെ 21-5 വാക്യം. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്തു ചെല്ലണം, അവരെ അല്ലയോ നിന്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേട്ടോ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ അനിഷ്ടയെന്ന് ലോകം വിധി എഴുതിയവരുടെ മകനെ തെരഞ്ഞെടുത്തെന്ന്. ഇതിനപ്പുറം എന്നാ വേണം ദൈവസന്നിധിയിൽ നിന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് അവർ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് ആലോചിച്ച്. ഹല്ലേലൂയ. ലോകമാ നിങ്ങളെ തള്ളുന്നത്, സഹോദരങ്ങളാ തള്ളുന്നത്. അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ അനുഗ്രഹിക്കാന് ദൈവം തെരഞ്ഞെടുത്തെന്ന്.
ഹല്ലേലൂയ. മാറി ചോദിക്കും, ഞങ്ങൾ അനുഗ്രഹിച്ച അനുഗ്രഹം ആവുമെന്ന്. നോ, ബാക്കി 11 പേരും അനുഗ്രഹിച്ച അനുഗ്രഹം ആവത്തില്ല. ദൈവം തെരഞ്ഞെടുത്തത്, ദൈവം തെരഞ്ഞെടുത്തത്, ദൈവം സെപ്പറേറ്റ് ചെയ്തത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറയാമോ, കർത്താപ്പച്ച എന്റെ തലമുറകളെ ദൈവം ഇപ്രകാരം എടുത്ത് ഹല്ലേലൂയ അതോറിറ്റിയോടെ നിർത്താൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറയാവോ? യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അല്ല, നിന്ദിച്ചവരെ തന്നെ അനുഗ്രഹിക്കാൻ എന്റെ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 6-ാം വാക്യം, ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെ ഞാൻ ഇസ്രായേലിന്റെ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ദൈവം ദാനം ചെയ്തേക്കുക. ആരെ? ലേവ്യരെ. സമാഗമന കൂടാരത്തിന്റെ എല്ലാ വേലയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നോർത്തെ ദൈവത്തിന്റെ പ്രവൃത്തി. ആമേ, സ്തോത്രം. ഇന്ന് നിങ്ങൾ കരയുക എല്ലാവരുടെയും മുമ്പിൽ, പക്ഷെ ദൈവം പറയുക മാന്യതയുടെ സമയം അടുത്തു വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. വിശ്വസിക്കണം കേട്ടോ. കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന രാത്രിയാന്ന് വിശ്വസിക്കണം. ഇന്ന് പലതും ഓർത്ത് കരയുക. ജോഷുവ ഷാജൻ ദൈവാത്മാവ് പറയുക, മോനെ നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഈ വചനം നീ വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ പലയിടത്തും നിനക്ക് സ്ഥാനമില്ല. പലർക്കും നിന്നെ ഇഷ്ടമല്ല. പലർക്കും നീ അനിഷ്ട എന്ന് കണ്ടതുപോലെ പലർക്കും നീ ഇഷ്ടമില്ലാത്തവനാ. പക്ഷെ എന്റെ അപ്പന് നിന്നെ ഇഷ്ടമാണ് ദൈവാത്മാവ് പറയുക. എന്റെ സ്വർഗത്തിലെ അപ്പന് നിന്നെ ഇഷ്ടമാണ്. എന്റെ സ്വർഗത്തിലെ അപ്പൻ നിന്നെ തെരഞ്ഞെടുക്കുവാണെന്ന്. സ്വർഗത്തിലെ അപ്പൻ നിന്റെ കഷ്ടത ചിലത് കണ്ടെന്ന്, നിന്നെ കുറിച്ച് പറയുന്നത് ചിലത് കേട്ടെന്ന്. മോനെ, ഈ രാത്രി നീ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് അപ്പനിൽ അങ്ങ് ഏൽപ്പിക്കാമോ? അപ്പനിന്റെ മുമ്പിൽ അങ്ങ് സറണ്ടർ ആകാമോ? ദൈവം പറയാ, അവിടെ നിന്ന് ദൈവം നിന്നെ മാന്യതയുടെ പടവുകൾ ചവിട്ടിക്കയറ്റാൻ പോവുക. ഹല്ലേലൂയ. പറയുന്ന ചിലത് അപ്പ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് പറയുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ അപ്പന്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭയക്കണ്ട. മുന്നോട്ടുള്ളത് ദൈവം തുറക്കും. അനിഷ്ട എന്ന് ലോകം കണ്ടവൾക്ക് വേണ്ടി ദൈവം ഭവനത്തിൽ ചിലത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മോനെ, നിനക്ക് വേണ്ടി ദൈവം എവിടെയൊക്കെയാണോ നീ കരഞ്ഞത്, എവിടെയൊക്കെയാണോ സങ്കടപ്പെട്ടത്, അവിടെ ദൈവം ചിലതോ തുറക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. സാക്ഷ്യം പറയണം കേട്ടോ. ബീനാന്റിന്റെ അടുത്ത് വിളിച്ച് സാക്ഷ്യം പറയണം കേട്ടോ. വചനമോ വിശ്വസിക്കുക. സാക്ഷ്യം പറയണം. ആന്റി അന്നത്തെ മീറ്റിംഗില് സംഭവിച്ചെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പൊ ദാനമാ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3:3 ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണാം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെയ്യണം. എന്ന് വെച്ചാല് ഇസ്രായേൽ ജനങ്ങള് യോർദാൻ നദി കടക്കാൻ നേരത്തെ ദൈവം പറയുക, ലേവ്യർ എന്നാ ചെയ്യണം? പെട്ടകം. മക്കളെ, അപ്പൻ നമ്മളെ എങ്ങനെ തെരഞ്ഞെടുത്തേ? ഈ പെട്ടകം വീട്ടിൽ വെച്ചേക്കാനല്ല, ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ. ഹല്ലേലൂയ. മൊബൈൽ എടുത്തോണ്ട് നടക്കാനല്ല അപ്പ പറഞ്ഞേ. വചനം എന്ന പെട്ടകം. ഹല്ലേലൂയ. ഇപ്പൊ എല്ലാരും മൊബൈലിൽ കൂടെ വാക്യം നോക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ ഇത് അപ്പ കൈ തന്നു ചുമക്കാൻ. ചില യോർദാന്റെ മുമ്പിൽ ചെല്ലുമ്പോ ചുമക്കാന് എന്നാ തന്നു? പെട്ടകം. ചില എരിഹോവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചുറ്റാന് ദൈവം എന്നാ തന്നു? ഹല്ലേലൂയ. വചനം എന്ന പെട്ടകം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകാമോ? ഇതൊന്ന് എടുക്കാൻ തയ്യാറാകാമോ? ഹല്ലേലൂയ.
നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് എന്തിനാ? രാജകീയ പുരോഹിത വർഗമായിട്ടൊക്കെ തെരഞ്ഞെടുത്തേക്കുക പെട്ടകം ചുമക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിഷ്ടയായ എന്നെയും നിന്നെയും ദൈവം തെരഞ്ഞെടുത്തതിന്റെ പർപ്പസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ലേവി കുടുംബത്തെ തലമുറയായി ദൈവം എന്താ ചെയ്തു? പെട്ടകം ചുമക്കാൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അടുത്തത് 6ാമത്തെ പോയിന്റ്. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, 1 ദിനവൃത്താന്തം 6:1 മുതലുള്ള വാക്യം. ലേവിയുടെ പുത്രന്മാർ ഗർശോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ മക്കൾ അഹരോൻ, മോശെ, മിര്യാം. ഹല്ലേലൂയ. തലമുറകളെ ദൈവം കൈവിട്ടോ? അനിഷ്ടയായ ലേയുടെ തലമുറകളെ മാത്രമല്ല, കൊച്ചുമക്കളുടെ മക്കളെ. ഹല്ലേലൂയ, ആമേൻ. അവിടെ കണ്ടോ, ലേവിയുടെ മകൻ, കെഹാത്തിന്റെ മകൻ, അമ്രാമിന്റെ 3 മക്കൾ. ആരൊക്കെ? അഹരോൻ, മോശെ, മിര്യാം. ഹല്ലേലൂയ. ഈ അഹരോനെയും മോശെ മിര്യാമിനെയും ദൈവം തെരഞ്ഞെടുത്തത് എങ്ങനാ? മോശെ ദൈവം തെരഞ്ഞെടുത്തു ഇസ്രായേലിന്റെ നായകനായിട്ട്. ഹല്ലേലൂയ. അതിലുപരി മോശ ഇസ്രായേലിന് പ്രവാചകനായിരുന്നു. നിങ്ങൾ വായിച്ചാൽ മതി, ആവർത്തനം 34:10. ഹല്ലേലൂയ. കൊച്ചുമക്കളുടെ മക്കളെ ദൈവം ആരാക്കിയെന്ന്? അനിഷ്ടയുടെ. ഹല്ലേലൂയ. അഹരോനെ ദൈവം ആരാക്കി? അഹരോനെ ദൈവം പുരോഹിതനാക്കി. പുറപ്പാട് പുസ്തകം 7:1-2 വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. അഹരോനെ ദൈവം ആരാക്കി? ഹല്ലേലൂയ. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. പുറപ്പാട് 28:1. സമയമില്ലാത്തോണ്ടാണ് ഞാൻ വാക്യം പറയുന്നത്, നിങ്ങൾ വായിച്ചു നോക്കണം. ഹല്ലേലൂയ. അപ്പൊ 2 പേര് പ്രവാചകന്മാര്. അടുത്തത് പെങ്ങള് മിര്യാം. ആരാ? മിര്യാം എന്ന പ്രവാചകി തപ്പെടുത്താർത്തെന്ന്. എവിടുന്നാ വരുന്നേ ദൈവത്തിന്റെ വിടുതല്? ദൈവം തുറന്നു കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവസാനിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പുറപ്പാട് 15:21 വായിച്ചാ മതി. ഹല്ലേലൂയ. മിര്യാം എന്ന പ്രവാചകി. ഹല്ലേലൂയ. ലേവി കുടുംബത്തിൽ പുറപ്പാട് 2:1 ലേവി കുടുംബത്തിലാ ഈ മോശയുടെ, മിര്യാമിന്റെ, അഹരോന്റെ അപ്പനും അമ്മയും ഉള്ളത്. യോക്കേബേദും അമ്രാമും. അത് എവിടുന്ന് വന്നു? അനിഷ്ട എന്ന് ലോകം കണ്ട ലേയുടെ തലമുറ. ദൈവമക്കളെ, എന്നാ വേണം? ദൈവം ഇതിലപ്പുറം എന്തിനാ ഉറപ്പ് തരുന്നേ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കയറാമോ? സങ്കടം അപ്പനോട് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയായി ദൈവം ഉറപ്പ് നൽകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ മാനിക്കുമെന്നൊന്ന് വിശ്വസിക്കാമോ? തലമുറയായി, അത് 4 തലമുറയാകട്ടെ, 5 തലമുറയാകട്ടെ, കർത്താവിന്റെ വരവ് വരെയുള്ള തലമുറയാകട്ടെ, ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും വേദനിക്കേണ്ടെന്ന് അവരെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്മിതാ ബിനു ഹല്ലേലൂയ പ്രാർത്ഥിച്ചോ കേട്ടോ. നീ സ്തോത്രം ചെയ്തോ, നീ മറുപടി പറയണ്ട. അവിടെ ദൈവം ഇറങ്ങാൻ പോകുക. നീ ഹല്ലേലൂയ താൽക്കാലികമായി ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ ദൈവം പറയുകയാ. അത് തൽക്കാലത്തേക്കുള്ള മറുപടിയായിട്ടല്ല, അത് തലമുറ എന്നുപോലെ നീണ്ട ചില മറുപടിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ പോകുക. താൽക്കാലിക വിടുതലും കൊണ്ട് ദൈവം ഒതുക്കത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്ന. കരയുന്ന മാതാവേ ഒരു കാര്യം ഉറപ്പാ, കരയുന്ന പിതാവേ ഒരു കാര്യം ഉറപ്പാ, നീ നിന്ന കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, താൽക്കാലികമായി നീ കേൾക്കുന്ന സകലതിനും അറുതി വരുത്തിക്കൊണ്ട് എന്റെ ദൈവം ഈ രാത്രി ഇറങ്ങും. ഹല്ലേലൂയ. ഒറ്റ കാര്യം, ഈ വചനം ഏറ്റെടുക്കണം കേട്ടോ, ഈ വചനം വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, അനിഷ്ടയെന്ന് കണ്ട ഹല്ലേലൂയ ലേയുടെ അടുത്ത പുത്രൻ ആര്? യഹൂദ. ആമേൻ. നിങ്ങൾ വായിക്കണം ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം. ഹല്ലേലൂയ. ഞാൻ വായിപ്പിക്കാത്തതെന്ന് പറയാം, അത്രയും കൂടെ പ്രസംഗിച്ചിട്ട് പെട്ടെന്ന് തീരാവല്ലോ എന്ന് ഓർത്താ കേട്ടോ.
ഒന്നും രണ്ടും. യോശുവയുടെ മരണശേഷം കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കാൻ ആര് പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ യഹോവ നേരിട്ട് പറഞ്ഞു, യഹൂദ പുറപ്പെടട്ടെ. ആരുടെ മകൻ? അനിഷ്ട എന്ന് ലോകം കണ്ട, ഓ ഹല്ലേലൂയ, ദൈവമക്കളെ ഒന്ന് സ്തുതിക്ക്. ആമേൻ. അനിഷ്ട എന്ന് തള്ളിയ ലേയുടെ മകനെ തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ മുന്നിൽ നിർത്തിയെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് വിശ്വാസത്തോടെ കാണ്. എന്റെ നിന്റെ കുഞ്ഞ് നാളെ കർത്തൃനാമത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഇതുവരെ തലമുറ ഉണ്ടായിട്ടില്ലേലും ആ വയറ്റത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറ, ദൈവം എനിക്ക് തരാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എന്റെ അപ്പന് വേണ്ടി ഒരന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. ഒരുപക്ഷെ ഇന്ന് നിന്റെ തലമുറ രോഗിയാകാം, ഒരുപക്ഷെ ഇന്ന് നിന്റെ തലമുറ ദൈവകൃപയിൽ അല്ലായിരിക്കും. പക്ഷെ വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ, കർത്താവേ, അനിഷ്ടയെന്ന് എന്നെ കാണുമ്പോൾ എന്റെ തലമുറകളെ എന്റെ അപ്പന്റെ രാജ്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നെന്ന കാലത്ത്, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഒരു കുഞ്ഞിനെ കൈ തരുമ്പോൾ തൊട്ട് നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യഹൂദയെ പറ്റി. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 2:3 നിങ്ങൾ വായിക്കണം. അതിന്റെ 12 തൊട്ട് 15 വരെ വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം, ഹല്ലേലൂയ, അതിനകത്തിലുണ്ട് ഈ യഹൂദ ഗ്രഹത്തില ആരുണ്ടായത്? ദാവീദ് എന്ന രാജാവ്. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ, തലമുറയായി. ഹല്ലേലൂയ. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ വായിക്കണം. യഹൂദയെ ദൈവം അടുത്തത് ആരാക്കി? എന്റെ യേശുപ്പന്റെ വംശാവലിയിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കഴിഞ്ഞ് പേര് കൊടുത്തേക്കുന്ന യഹൂദയുടേതാ. ദൈവം ഒരു നിർണയം നിർണയിച്ചാൽ, ദൈവം നിന്റെ സങ്കടം കണ്ടാൽ, ദൈവം നീ അനിഷ്ട എന്ന് കേട്ടാൽ, ദൈവം അത് തുറന്നാൽ അത് പെർമനന്റ് മറുപടി. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിൽ താഴോട്ട് വന്ന എന്തുകൊണ്ട് ആദ്യത്തെ മകൻ രൂബേന്റെ പേര് കൊടുത്തില്ല? എന്തുകൊണ്ട് റാഹേലിനെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് യോസഫിന്റെ പേര് കൊടുത്തില്ല? അനിഷ്ട എന്ന് കണ്ട ലേയുടെ പേര് ദൈവമക്കളെ ഉറപ്പിക്കുക കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്താൽ, ദൈവം തുറന്നാൽ അതിന്റെ പിന്നത്തെ അതിനുള്ള സകല വഴികളും ഓപ്പണ. ഹല്ലേലൂയ. അതുപോലെ റാഹേല്, ഹല്ലേലൂയ, ആ പിതാക്കന്മാരുടെ സ്ഥലത്ത് പോയി അടക്കം കിട്ടിയില്ല. ഹല്ലേലൂയ. വഴിയരികയിൽ അവളെ അടക്കിയെന്ന, പക്ഷെ ലേയെ എവിടെ അടക്കി? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ നമുക്കുണ്ട്, മക്പല എന്ന ഗുഹയില് അബ്രഹാം ഹിത്യരോട് വാങ്ങിച്ച, അവിടെ പറയുന്നുണ്ട്, യാക്കോബ് മക്കളോട്, യോസഫിനോട് പറയുന്നുണ്ട്, എന്റെ മരണം അടുത്തു, നിങ്ങൾ എന്നെ അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിച്ച മക്പല എന്ന ഗുഹയിൽ എന്നെ അടക്കണം, അവിടെ ഞാൻ എന്റെ ഭാര്യയായ ലേയും അടക്കിയെന്ന്. റാഹേലിന്റെ പേര് വന്നില്ലല്ലോ. ഹല്ലേലൂയ. കാരണം ഒത്തിരി വേദന തിന്നുന്നു, എല്ലാവരുടെ മുമ്പിൽ വേദന തിന്നുന്നു, എല്ലാവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് കാണുന്നത്, ഇന്ന് കേൾക്കുന്നത് സുമേഷ് ഒക്കെ മോളെ ദൈവം എന്നാ പറയുക. വേദന തിന്നുന്നത് കാണുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലയിടത്തും മാറ്റി നിർത്തിയത് കാണുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്റെ സങ്കടം കാണുന്ന ഒരപ്പനുണ്ട്, നിന്റെ നെടുവീർപ്പ് കാണുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്റെ മറുപടി അത് പെർമനന്റ് ആകട്ടോ. നീ കരയുന്നതിന് മറുപടി താൽക്കാലികമല്ല, അത് പിന്നീട് അപ്പൻ മഹത്വം ഏറ്റെടുക്കുന്ന രീതിയിലാ നിന്റെ കയ്യിൽ തരാൻ പോന്നെ. ഇന്ന് നീ പലതിലും വേദനിക്കുകയാ, ഇന്ന് നീ ചോദിക്കുകയാ അപ്പനോട്, പക്ഷെ അപ്പ പറയുക ദൈവം ചിലത് തുറക്കും, ദൈവം ചില വഴി തുറക്കും. അടച്ചു വെച്ചത്, ശത്രു അടച്ചത് ദൈവം
ജയം. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ, ലേയും അലേയും രണ്ട് തലമുറയെയും ഹല്ലേലൂയ ദൈവം സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അനിഷ്ടയുടെ തലമുറയെ ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, അടുത്തതായിട്ട് ദൈവം കണ്ടത് എന്താ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ 31-ാം അധ്യായം, ഹല്ലേലൂയ, 31-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും ആമേൻ സ്തോത്രം. 12-ന്റെ അവസാന ഭാഗം, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലാബാൻ എന്ന് വെച്ചാൽ ആരാ? അമ്മാച്ചൻ. മറ്റേ ആരായിരുന്നു? ഭർത്താവ്, സഹോദരി. ഹല്ലേലൂയ. എല്ലായിടത്തു നിന്നും വരുന്നത് കാണുന്ന ആരാ? അതാ ഞാൻ പറഞ്ഞത്. ഭവനത്തിൽ നിന്ന് വന്നാലും, സഭയിൽ വന്നാലും, നാട്ടിൽ നിന്ന് വന്നാലും, വീട്ടിൽ നിന്ന് വന്നാലും, എവിടുന്ന് വന്നാലും അതേപോലെ കാണുന്ന ഒരു അപ്പയാ എന്റെ അപ്പൻ. ഹല്ലേലൂയ. അവിടെ ദൈവം പ്രത്യേകം പറയുകയാ, ഹല്ലേലൂയ, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരെ? ഗർഭത്തിൽ ഹല്ലേലൂയ മുമ്പേ പറഞ്ഞു, ഏതാ? മൂത്തവൻ ഇളയവനെ സേവിക്കും. വാഗ്ദത്ത സന്തതിയായ യാക്കോബിനോട് ചെയ്യുന്നത് ആര് കണ്ടു? ദൈവം. ഹല്ലേലൂയ. അടുത്തത് ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 43-ന്റെ അവസാന ഭാഗം യാക്കോബ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. കേട്ടോ? ദൈവം നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, മോനെ, ലാബാൻ ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്, നീ ഇനി തിരിച്ചു പോക്കും. അതാ 31-ന്റെ 12-ഉം 13-ഉം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ദൈവം തന്നെ പറയുക 13-ാം വാക്യത്തിൽ, നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിലെ ദൈവം ആകുന്നു ഞാൻ. ഏതാ? മോനെ, ലാബാൻ ചെയ്യുന്നത് കണ്ടിട്ട് പറയുക. എന്നിട്ട് പറയുക, ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോവാ. എന്നും ദൈവം ഒരാൾ അണ്ടറിൽ കിടന്ന് കഷ്ടത അനുഭവിക്കാൻ അനുവദിക്കുകയല്ല കേട്ടോ. അതും വാഗ്ദത്ത സന്തതിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വ്യക്തമായി പറയാം, മോനെ, ഞാൻ കണ്ടു. 20 വർഷം കൊണ്ട് നിന്നോട് കാണിക്കുന്നത് സകലവും ഞാൻ കണ്ടു. യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കളെ, വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ അനുഭവിക്കുന്നത് ചിലത് എൻ്റെ അപ്പൻ കണ്ടു. ഒരു ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്. പാസ്റ്റർ ജയാന്തൻ അഞ്ചൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവാത്മാ പറയുക, ചില വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് ദൈവം കണ്ടു. യാക്കോബിനെ പോലെ ദൈവം സെലക്ട് ചെയ്തതാ. പക്ഷെ പലയിടത്ത് നീ ഓടിപ്പോകേണ്ട മേഖലകൾ ജീവിതത്തിൽ കടന്നു വന്നു. അത് വർഷങ്ങൾ കൊണ്ട് നിന്നെ ഒരിടത്ത് ഉറപ്പിക്കുകയല്ല. വാഗ്ദത്തമുണ്ട്, പക്ഷെ ഉറപ്പിക്കുകയല്ല. വാഗ്ദത്തമുണ്ട്, പക്ഷെ നിന്റെ കയ്യിൽ തരികയില്ല. പലപ്പോഴും ചോദിക്കുക, എപ്പോൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടി കരുതും? നിന്റെ ഉള്ളിൽ അത്തരം ചില വേദനകൾ ഭവനവുമായി ബന്ധപ്പെട്ട്, ഞാൻ പറയുന്നത് പോലെ ചെയ്തു, പ്രതിഫലം പലതും നിന്റെ അടുത്ത് കളഞ്ഞു. ദൈവമാ പറയുക, ദൈവം കണ്ടു. ദൈവം നിന്റെ ചില വിഷയം ഏറ്റെടുത്തെന്ന് ഈ രാത്രി ഉറപ്പ് നൽകുക. നിന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നത്, നിന്റെ പ്രതിഫലം തട്ടുന്നത്, നിന്നെ അകറ്റി നിർത്തുന്നത് എന്റെ തമ്പുരാൻ കണ്ടു. അതുകൊണ്ട് ഉറച്ചോ, ദൈവം ലാബാനോട് ഇടപെട്ടതുപോലെ രാത്രി ദർശനങ്ങളിൽ നിന്റെ വഴിയെ തടയുന്ന, നിന്റെ നന്മകളെ മുടക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന
ചിലരോട് ദൈവം രാത്രിയിൽ സംസാരിക്കാൻ പോവുക. അതുകൊണ്ട് വിശ്വസിച്ചോളാം. ദൈവാത്മാവ് പറയുക, ദൈവത്തിന്റെ പ്രവൃത്തി ദാസനെ നിന്നെ നിന്റെ കുടുംബത്തിലും കാണിക്കും. ഒരു വടിയോടുകൂടി യോർദാൻ കടന്ന യാക്കോബിന്റെ ഭവനത്തെ ദൈവം 2 കൂട്ടമാക്കിയെങ്കിൽ നീ പലയിടത്തും ഒരു വടിയോടെ നിൽക്കുന്നേ. പക്ഷെ എന്റെ അപ്പ പറയാ, അവിടെ ചില പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനം അങ്ങ് ഏറ്റെടുക്കണേ. ഞാൻ വ്യക്തമായി പറയും, എല്ലാവരും ഏറ്റെടുക്കുക. എല്ലാവരുടെ മേലും വിടുതല യേശുവിന്റെ നാമത്തിൽ. വചനത്തിനപ്പുറം ഒരു പ്രവചനം ഇല്ലെന്നേ. ഇത്രയും പേരോട് ദൂത് പറയാൻ പോയാൽ ഹല്ലേലൂയ, വചനം ഞാൻ എവിടെ കൊണ്ടിട്ട് തീർക്കും? 66 പേരുണ്ട്. ഈ 66 പേരോട് ദൈവം പറയുക, ദൈവം കണ്ടു. ഹല്ലേലൂയ. ദൈവം ഉറപ്പിക്കുക, ദൈവം കണ്ടു. നീ അനുഭവിക്കുന്ന കഷ്ടത കണ്ടു, നീ അനിഷ്ടയെന്ന് നിന്നെ തള്ളുന്നത് കണ്ടു, നീ പ്രയത്നം ചെയ്തിട്ട് നിഷ്ഫലമാക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് കണ്ടോ? 31 ഹല്ലേലൂയ 41 ലാസ്റ്റ്, ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ടു. ഹല്ലേലൂയ. ആ വാക്യത്തിന് മോളത്തെ വാക്യത്തിലുണ്ട് 10 പ്രാവശ്യം ആര് പ്രതിഫലം മാറ്റി? ലാബാൻ. ഹല്ലേലൂയ. എന്നിട്ട് ദോഷം ചെയ്യാൻ ഓടുക. എന്താ ദൈവം കണ്ടിട്ട് പറഞ്ഞത്? ആമേൻ. ആ 31-24 വാക്യത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. മോനെ, നീ ചെയ്യല്ലേ പെല്ലയാ പറഞ്ഞേ? അല്ല പറഞ്ഞേ, ഓർഡർ ഇട്ടെന്ന് ദൈവം. വിശ്വസിക്കാമോ? ഈ രാത്രി ദൈവം ചിലതിനോട് കൽപ്പിക്കാൻ പോവുക. സങ്കീർത്തനത്തിൽ എന്നാ പറയണേ? അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കും കേട്ടോ. എനിക്ക് വേണ്ടി ദൈവം ഈ രാത്രി കൽപ്പിക്കുകയാ ചിലതിനോട്. അത് അമ്മാച്ചനാകട്ടെ, ആമേ സ്തോത്രം, അനന്തരവരാകട്ടെ, ആമേ രാജ്യമാകട്ടെ, ദേശമാകട്ടെ, അധിപതിയാകട്ടെ, ആരുമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ചിലതിനോട് കൽപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഇവാൻ ഷോം ദൈവാത്മാവ് പറയുക, മോനെ, ദൈവം കൽപ്പിക്കാൻ പോവുക. കടലിൽ കിടന്ന ഹല്ലേലൂയ മത്സ്യത്തിന്റെ വായിൽ ഹല്ലേലൂയ ദ്രുതമ പണം കൊടുത്തതുപോലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഓപ്പൺ ആക്കും. ദൈവം കൽപ്പിക്കും. നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ചാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി. കടലിന്റെ ആഴത്തിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ വായിൽ. കാരണം അസാധാരണ നിനക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല മത്സ്യത്തിന്റെ വായിൽ എനിക്കുള്ള നന്മയോ. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ ദൈവം ചിലത് ചെയ്യും. വിശ്വസിച്ചോണം കേട്ടോ, വിശ്വസിച്ചോണം. തമ്പുരാൻ പറയുക, ഈ രാത്രി നീ വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവേ. അപ്പൊ ദൈവം ലാബാനോട് സംസാരിച്ചു. എന്നിട്ട് 29 വാക്യം കണ്ടോ? 31-29. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. ആര് പറയാ? ലാബാൻ. ശക്തിയുണ്ടെന്ന്. നിങ്ങളെ എന്നാ വേണ ചെയ്യണം, അപ്പനല്ലേ. മക്കളോടും ചെയ്യാം, കൊച്ചുമക്കളോടും ചെയ്യാം, അധികാരം വെച്ചോണ്ട്. പക്ഷെ തമ്പുരാൻ അനുവദിക്കണമെന്ന്. വിശ്വസിക്കാമോ? അധികാരം വെച്ചോണ്ട്, സ്ഥാനം വെച്ചോണ്ട് എന്നെയും നിന്നെയും വരുത്തി കാണിക്കുന്ന ചിലരെ നോക്കി ദൈവം പറയുക, തമ്പുരാന്റെ ഓർഡർ ഇല്ലാതെ കൈപൊങ്ങത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാന്റെ ഓർഡർ ഇല്ലാതെ മേളിൽ നിന്ന് അതാ യേശു പറഞ്ഞേ, മോനെ, മേളിൽ നിന്ന് അധികാരം വരാതെ എന്റെ മേൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ദോഷം ചെയ്യാൻ വരുന്നവരെ ആര് നിർത്തി? അവൻ പറയാം, എടാ എന്റെ കൈ ശക്തിയൊക്കെ ഉണ്ട്. ഇതുപോലെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നില്ലേ? പിന്നെ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? എന്റെ ദൈവം പറഞ്ഞു എന്റെ കുഞ്ഞിനെ തൊട്ടേക്കൽ. ഇതുപോലെ നമ്മൾ കേട്ടല്ലേ? ഞാൻ ഇപ്പൊ കാണിക്കാം. ആര്? ഹല്ലേലൂയ. എവിടെ? ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാ. ഹല്ലേലൂയ. കാണിക്കാൻ വന്നവരെ എത്രയോ പേരെ ദൈവം തിരിച്ചയച്ചു. ഒന്ന് സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ.
ഇതുപോലെ വെല്ലുവിളിച്ച് പറഞ്ഞില്ലേ? പക്ഷെ എന്റെ അപ്പൻ അനുവദിച്ചില്ലെന്ന്, തടഞ്ഞു. ഹാലേലൂയ. ഈ അപ്പനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹാലേലൂയ. വന്നില്ലേ പലരും? എൽസമ്മ ബിജു എന്നിരിക്കുന്ന പിതാവേ, എത്ര പേര് വന്നു, വാഗ്വാദവും കൊണ്ട് വന്നു, വെട്ടുകത്തി എടുത്തോണ്ട് വന്നു. അവിടെ എല്ലാം ദൈവം നിർത്തിയോ? ദൈവം നിർത്തിയോ? ദൈവം തടഞ്ഞോ? ആ ദൈവം ആരാ? ഹല്ലേലൂയ. യാക്കോബിനെ തെരഞ്ഞെടുത്തെങ്കിൽ ദാസനെ ഒരു കാര്യം ഉറപ്പാ, യാക്കോബിനെ ദോഷം ചെയ്യാൻ ലാബാനെ അനുവദിക്കല. യേശുവിന്റെ നാമത്തിൽ ജയം. ദോഷം ചെയ്യാൻ വരുന്നവരെ ദൈവം തടയും കേട്ടോ. ദൈവമക്കളെ, വെറുതെ ആ വാക്യം ഞാൻ തീർത്തിട്ടാണ് അടുത്ത വാക്യം വായിക്കാം. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം. ലാബാന് പറയായിരുന്നു എന്റെ ദൈവം, പക്ഷെ പറയുന്നില്ല, പറയിപ്പിച്ചില്ല. നിങ്ങളുടെ പിതാവിന്റെ ദൈവം. അപ്പൊ അപ്പന്റെ ദൈവത്തെ ആർക്ക് പേടിയുണ്ട്? അളിയന് പേടിയുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ പേടിക്കും കേട്ടോ ചിലര്. ദൈവം തെളിയിക്കുമെന്ന്. ചുമ്മാതല്ല ദൈവം വിളിച്ചിറക്കിയതെന്ന്. ചുമ്മാതല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ജാതിയും മതവും പാരമ്പര്യവും ഒക്കെ വിട്ട് ഇറങ്ങിയെന്ന്. ഞങ്ങള് ഓർത്തഡോക്സിന്ന് ഇറങ്ങിയതാ. ഹല്ലേലൂയ. അപ്പന്റെ ദൈവം ഉണ്ടെന്നേ അമ്മാച്ചനെ കൊണ്ട് പറയിപ്പിക്കാൻ. എന്തുകൊണ്ടാ ദൈവം വിളിച്ചിറക്കിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാബാൻ പറയാറ് എന്റെ ദൈവം പറഞ്ഞെങ്കിൽ, പക്ഷെ പിന്നെ യാക്കോബ് പറയുന്ന വാക്യം കണ്ടോ? ആമേൻ. ആ 42-ാം വാക്യത്തിൽ യാക്കോബ് ചങ്കൂറ്റത്തോടെ പറയുന്നുണ്ട്. ഇന്ന് ഈ വാക്യം പറയുന്ന പോലെ ചങ്കൂറ്റത്തോടെ പറയണം. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവമായവനും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും. കേട്ടോ? അപ്പം അമ്മാച്ചൻ അപ്പന്റെ ദൈവത്തെ പറയുമ്പോൾ യാക്കോബ് എന്റെ ദൈവത്തെ പറയുന്നത്. ആ ദൈവം ഉള്ളോണ്ടല്ലേ നമ്മൾ നിന്നത്. ആ ദൈവം ഉണ്ടാണ്ടല്ലേ ലാബാമാരിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ ലാബാൻ ഒന്നോർക്കായിരുന്നു ദൈവമക്കളെ. ആ 30-ാം അധ്യായത്തില് 27-ാം വാക്യവും 30-ാം വാക്യവും ഒന്ന് ശ്രദ്ധിക്കണേ. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു. യാക്കോബിനോട് പറയുക ആദ്യം. അപ്പോൾ യാക്കോബ് നിമിത്തം അനുഗ്രഹവും വേണം, അവനെ ഒട്ട് പ്രതിഫലം കൊടുക്കത്തുമില്ല, എല്ലാം പിടിച്ചു വെക്കും. ദൈവം എന്നും കണ്ടോണ്ടിരിക്കത്തില്ല കേട്ടോ. ഈ അനീതി എന്നും കണ്ടോണ്ടിരിക്കത്തില്ല. നീ മൂലം അവർ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ പ്രാർത്ഥന മൂലം അവർ വിടുവിക്കപ്പെട്ടു. പക്ഷെ നിനക്ക് തരേണ്ടത് തരുന്നില്ല, നിനക്ക് തരേണ്ട ബഹുമാനം തരുന്നില്ല, നിനക്ക് തരേണ്ട നന്മ തരുന്നില്ല. ദൈവമക്കളെ, ഈ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുമ്പോൾ വല്ലപ്പോഴും അവരൊക്കെ ഓർക്കണം. അവരവരുടെ സമയവും കളഞ്ഞ് രക്തവും കളഞ്ഞ് അവരുടെ എല്ലാം കളഞ്ഞ് പിശാചിനോട് മല്ലിട്ട എന്റെ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നേ. അല്ലെങ്കിൽ ദൈവം ഇതുപോലെ രാത്രി കിടന്ന് ഓർപ്പിക്കും. അതിനു മുമ്പേ അങ്ങ് ഓർത്തോണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന കണ്ടോ? പിന്നെ യാക്കോബ് പറയുന്ന ഒരു മറുപടി കണ്ടോ? 30-ാം വാക്യം, 30-30. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചെടുത്തൊക്കെ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും. യാക്കോബ് മൂലം ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടും ഹല്ലേലൂയ യാക്കോബിനോട് എന്തൊക്കെയാ ചെയ്തത്? ഹല്ലേലൂയ, ദ്രോഹം, കഷ്ടത. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അനീതി മാത്രം കാണിച്ച ലാബാൻ. പക്ഷെ ആര് കണ്ടു? യഹോവ കണ്ടു. യഹോവ കണ്ടു കഴിഞ്ഞാൽ പറയാം, മോനെ എണ്ണീര, ഇനി നിൽക്കണ്ട, ഇനി നിനക്ക് ഈ ദേശത്തല്ല, നിനക്ക് യാത്രയാ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവം യാത്രയുടെ വാതിലുകൾ ഓപ്പൺ ആക്കുക. വിശ്വസിക്കണം, വിശ്വസിക്കണം. തലമുറകളെ ഓർത്ത് വിശ്വസിക്കണം. നിങ്ങളുടെ വിഷയം ഓർത്ത് വിശ്വസിക്കണം. ദൈവം ചില യാത്രകൾ, ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്ക്, ഇതുവരെ അനുഭവിച്ച
തടങ്കലുകൾക്ക്, ഇതുവരെ അനുഭവിച്ച ഹല്ലേലൂയ വേദനകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ദൈവം ഈ രാത്രി ചിലർക്ക് വേണ്ടി യാത്രകൾ ഓപ്പണാക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കാമോ? യാത്രകൾ ഉപജീവനത്തിന്റെ ആട്ട്, പഠിത്തത്തിന്റെ ആട്ട്, ഒരുമിച്ച് ജീവിക്കാനായിട്ട് വിശ്വസിക്കുക. യാത്രകളുടെ മേഖലകൾ തടഞ്ഞത് ദൈവമക്കളെ 20 വർഷം തടഞ്ഞു. ആരെ? യാക്കോബിനെ. ദൈവമക്കളെ, നിന്റെ തലമുറയുടെ യാത്രകളെ വഴിമുടക്കിയത് ഈ രാത്രി വിശ്വസിക്കില്ല. ദൈവം ഈ രാത്രി ചിലതിനോട് സംസാരിക്കുക. ചൂടാമാന ഹന്താരകന അർത്തുനാരകടക ചില യാത്രകളെ ദൈവം ഓപ്പൺ ആക്കുക കേട്ടോ. വിശ്വസിച്ചോണേ, ഒന്ന് ഏറ്റെടുത്തോണേ. അല്ലെങ്കിൽ ചില ഭവനങ്ങളില് അടയ്ക്കപ്പെട്ട ചില കുഞ്ഞുങ്ങളുടെ യാത്രകൾ നാളുകളായി കരയുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ അടച്ചു വെച്ച ചിലത് ദൈവം വഴികൾ ഓപ്പൺ ആക്കി. എല്ലാം ശ്രമിച്ചു, മാക്സിമം ശ്രമിച്ചു, എക്സാം എഴുതി, പൈസ കൊടുത്തു, വഴി അടഞ്ഞത് ദൈവം പറയുക ഓപ്പൺ ആകാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കണേ, ഒന്ന് വിശ്വസിക്കണേ. പലരെ ദൈവം കാണിക്കുക, എല്ലാവരും ഇവിടെ പേര് വിളിക്കാൻ വയ്യ. ഒന്ന് വിശ്വസിക്കണേ. ചില യാത്രകൾ മുടങ്ങിയത് ദൈവം തുറക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാബാൻ തടഞ്ഞതാകട്ടോ, ലാബാൻ. ഹല്ലേലൂയ. ചില ലാബാന്മാർ തടഞ്ഞതിനോട് ദൈവം ഇടപെടാൻ പോവുക. ചൂടറ ഹത്തുന റഗല ജിബല. ഹല്ലേലൂയ. ദൈവം കണ്ടു കേട്ടോ, ദൈവം ചിലത് കണ്ടു. നീ അനുഭവിച്ച കഷ്ടത, ഹല്ലേലൂയ, നീ ലാബാൻ ചെയ്തത് എല്ലാം, ഹല്ലേലൂയ, കഷ്ടത, നിന്റെ കൈയുടെ പ്രയത്നം, നീ കൈ കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് രാവും പകലുമില്ലാതെ ഭവനത്തിന് വേണ്ടി ചെയ്തിട്ടു അവിടെ ഒതുക്കി വെച്ചിരിക്കുന്നത് ദൈവം കണ്ടു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. ദൈവം കണ്ടു, എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന രാത്രിയാണെന്ന് പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം അടയാളമായി വെളിപ്പെടുത്താൻ പോവാ ഈ രാത്രി. ദൈവത്തിലൊന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ ദൈവം എന്നാ പറയുക. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അടുത്തതായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം ഹല്ലേലൂയ കണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. 1 ശമൂവേൽ 16:1 അനന്തര യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നീ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഹല്ലേലൂയ. ഞാൻ ആമേൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കും. കേട്ടോ, മുമ്പേ നമ്മൾ വന്നപ്പോ ഏത് ഗോത്രത്തിൽ നിന്നാ വരുന്നേ? യഹൂദാ ഗോത്രത്തിൽ. മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, അനിഷ്ടയുടെ ആ ഗോത്രത്തിൽ ആരെ കണ്ടിരിക്കുന്നെന്ന്? രാജാവിനെ. ഹല്ലേലൂയ. ചിന്തിക്കാൻ ഒക്കൂ. അനിഷ്ടേന്ന് തള്ളിയെടുത്ത് രാജാവിനെ കാണാൻ പറ്റുമോ? പക്ഷെ കാണാൻ പറ്റും, എന്റെ ദൈവം പ്രവർത്തിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു വ്യക്തിയെ, ദൈവമക്കളെ, എനിക്കാണെങ്കിലേ വായിച്ചോണ്ട് ഇനി ഞാനോ വായിച്ചപ്പോ ഞാൻ ഒത്തിരി ദൈവത്തിന് അങ്ങ് മഹത്വം കൊടുത്തങ്ങ് കരയുകയും ചെയ്തു കേട്ടു. അച്ചാച്ചന്മാരൊക്കെ പട്ടാളത്തിലൊക്കെയാ. ശമ്മയും ഏലിയാബും ഇവരൊക്കെ പട്ടാളത്തിലാ. എന്നിട്ട് ഈ ദാവീദിന്റെ അപ്പന ഈശായി പറയുന്ന ഒരു വാക്ക് എന്നെ ഒത്തിരി അങ്ങ് വേദനിപ്പിച്ചങ്ങ്. മക്കളോട് വേറുകൃത്യം കാണിക്കുന്ന അപ്പന്മാരും അമ്മമാരും അവിടെ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. 6-ാം വാക്യം. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു.
ആരെ കൊണ്ട് നിർത്തിയിട്ടാ? ഏലിയാബിനെ, മൂത്ത മകനെ കൊണ്ട് നിർത്തിയിട്ട് ശമൂവേലിനോട് അങ്ങോട്ട് പറയവാ, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. ഹല്ലേലൂയ. സ്വന്തം മോനെ കൂട്ടാതെ ദൈവമക്കളെ, നിന്നെ ഇന്ന് കാട്ടിലിട്ടേക്കുവാ നിന്റെ പേരൻസ്. നിനക്കിന്ന് വിലയില്ലെന്ന് പറഞ്ഞ് നിന്റെ സഹോദരങ്ങൾ നിന്നെ കാട്ടിലിട്ടേക്കുവാ. എന്നിട്ട് അപ്പൻ കാണുന്ന ആരാ? വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും പട്ടാളത്തിലുള്ള മോനെ സെലക്ട് ചെയ്തിട്ട് പറയാം, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. ദൈവം മൈൻഡ് പോലും ചെയ്തില്ല. ശമൂവേലിനോട് പറഞ്ഞു, നീ കള, ഞാൻ ഇവനെ ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് വേണ്ടി ഉള്ളവൻ വരാതെ ഇവിടെ ഒന്നും നടക്കേല. ഇന്നൊന്ന് വിശ്വസിക്കാമോ? നിന്നെ എന്തുകൊണ്ടാ തള്ളിക്കളഞ്ഞെന്നൊന്ന് വിശ്വസിക്കാമോ? മനുഷ്യർ തള്ളുന്നതിനെ ദൈവം മൂലക്കല്ലാക്കിയിട്ട് പണിയാനാ. ഹല്ലേലൂയ. യേശുവിൻ തള്ളുന്നതിനൊന്ന് സ്തോത്രം പറ. തള്ളിക്കളഞ്ഞതിനൊന്ന് സ്തോത്രം പറ. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞതിനൊന്ന് സ്തോത്രം പറ. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞതിനൊരു സ്തോത്രം പറ. നിന്നിൽ ഒരു രാജാവ് വാഴുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വേദനിക്കണ്ട കേട്ടോ. സ്ഥാനം തന്നില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. നിന്നെ പന്തിയിലൊന്നും വിളിച്ചില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. പല സൽക്കാരത്തിനും നിനക്ക് ആഹാരം തന്നില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. എന്റെ അപ്പൻ നിന്നെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് മാനിക്കാൻ. യഹോവ കണ്ടു കഴിഞ്ഞാൽ ദൈവമക്കളെ മാന്യത ഉറപ്പാ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ലോകം തള്ളിയതിന്റെ ഉദ്ദേശം എന്താ? അപ്പന് മാനിക്കാൻ. ഹല്ലേലൂയ. എന്നെ നിന്നെ സൃഷ്ടിച്ച അപ്പന് മാനിക്കാൻ. ഹല്ലേലൂയ. ഇതിനപ്പുറം എന്നാ വേണം? ഹല്ലേലൂയ. ശമൂവേലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാം, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. അതിന്റെ ഓരോരുത്തരെയും അങ്ങനെ വരുത്തി കേട്ടോ. 10-ാം വാക്യം കണ്ടോ? അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തില്ല. അപ്പം പറഞ്ഞു, ഇവനെ മതി, ഇവനെ മതി. ദൈവം പറഞ്ഞു, എനിക്ക് ഇവനെ വേണ്ട. എന്റെ ഒച്ചയർക്കാൻ കാട്ടിക്കിടക്കുക. അവൻ സിംഹത്തോടും കരടിയോടും മല്ലിട്ട്, അല്ലെങ്കിൽ തണുപ്പും ചൂടുമേറ്റ് അച്ചാച്ചന്മാര് പട്ടാളത്തിൽ ജോലി ചെയ്ത് കാശ് വാങ്ങിക്കുമ്പോൾ എന്റെ കുഞ്ഞ് അവിടെ കിടക്കുക. ഹല്ലേലൂയ. ഞാൻ അവൻ വരാതെ ഒന്നും ഈ വീട്ടിൽ നടക്കുകയില്ല. ഹല്ലേലൂയ. അകറ്റി നിർത്തുമ്പോ ഓർത്തോണം, ദൈവം വിളിച്ചു വരുത്തുന്ന ഒരു ദിവസമുണ്ട്. വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ മാനിക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. ആ 11-ന്റെ അവസാനം കണ്ടോ? അവൻ വന്നിട്ടില്ലാതെ പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ആര്? ശമൂവേൽ. ഞാനും നീയും ചെന്നിട്ടല്ലാതെ ചിലടത്ത് പന്തി നടക്കലെന്ന്. പ്രത്യേകിച്ച് തള്ളിയവരുടെ നടുവിൽ ഒരു ദിവസം ദൈവം വിളിച്ചുകൊണ്ട് ചെല്ലും. ആ ദിവസം ഒന്ന് ഓർത്തെ. എവിടെല്ലാം തള്ളിയോ അവിടെ എന്റെ സ്വർഗത്തിലെ അപ്പം വിളിച്ചോണ്ട് വന്ന് മാനിക്കുന്ന ആ ദിവസം ഒന്ന് ഓർത്തെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തലയിൽ അഭിഷേകതയിൽ ഒഴിക്കുന്ന ദിവസം ഒന്ന് ഓർത്തെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഈ ഭൂമി വെച്ച് നീ അപ്പന് വേണ്ടി നിന്നിട്ട് മാന്യത പലരും തന്നിട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ കോടാകോടി ദൂതന്മാരുടെ നടുവിൽ മാറോട് ചേർത്ത് എന്റെ മോനെ, എന്റെ മോളെ എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് മാനിക്കുന്ന ദിവസം ഒന്ന് സ്വപ്നം കണ്ടേ. ഹല്ലേലൂയ. ഏലിയാമ്മച്ചി, ദൈവം മാനിക്കും. ദൈവം വെച്ചിട്ടുണ്ട് ഒരു ദിവസം കേട്ടോ. സഹിച്ചതിനും ഇറങ്ങിയതിനും തിരിച്ചതിനും പ്രയത്നഫലവും കഷ്ടതയും പലരും നിന്റെ പലതും ഡിലേ ചെയ്യിച്ചതും കണ്ടൊരപ്പൻ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. കരഞ്ഞില്ലേ? ഒരുപാട് ഒത്തിരി നിന്ദ കേട്ടില്ലേ? വേദനിച്ചില്ലേ? പിടിച്ചു നിന്നില്ലേ? മാന്യതയുണ്ട്. ധൈര്യമായിട്ടിരുന്നോളാം പറയുക. ലോകം മറക്കും, പക്ഷെ എന്റെ അപ്പൻ മറക്കേല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, അച്ചാച്ചന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ 13-ാം വാക്യം കണ്ടോ? അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ്
അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. അപ്പന്റെ മേൽ വന്നതില്ല, അമ്മയുടെ മേൽ വന്നതില്ല, 7 അച്ചാച്ചന്മാരുടെ മേൽ വന്നതില്ല. ആറമേ വന്നു? ഹല്ലേലൂയ, യഹോവ കണ്ട വ്യക്തിയുടെ മേൽ. കേട്ടോ, ഹല്ലേലൂയ, യഹോവ കണ്ടതുകൊണ്ടാ ഇന്ന് ഇങ്ങനെ ഇത്രയും പേര് ഇരിക്കുന്നേ. ഇല്ലേ? യഹോവ തെരഞ്ഞെടുത്തത് കൊണ്ടല്ലേ അപ്പന്റെ മുമ്പിൽ നാം ഇരിക്കുന്നേ. ദൈവമക്കളെ, ആ തെരഞ്ഞെടുപ്പിനൊന്ന് സ്തോത്രം പറയാന്ന. ഓ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണേ. ഞാൻ മിക്ക സൂമിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും പരസ്പരം കണ്ടിട്ടില്ല. പക്ഷെ വിശുദ്ധന്മാരോടുകൂടെ നിത്യതയിൽ എത്തുമ്പോഴോ, അയ്യോ ബീന സിസ്റ്ററേ ഇന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ, അയ്യോ ഗ്രേസി ആന്റി, ഇല്ലേ? ഓരോരുത്തരുടെ പേര് ഞാനങ്ങ് വിളിച്ചു പറയുന്നതാണ് മുമ്പി കാണാൻ. അയ്യോ ബിന്ദു സിസ്റ്ററേ, ഞാൻ അന്നിന്റെ സൂമി വെച്ച് കണ്ടായിരുന്നു. വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ആ സുദിനം ഒന്ന് ഓർത്തേന്നേ. ദൈവമക്കളെ, നമുക്ക് അത് മതി. ലോകത്തെല്ലാരും തള്ളട്ടെ. അപ്പൊ പറഞ്ഞു, മക്കളെ ഇതിനാ ഞാൻ സൂം ഒരുക്കി തന്നെ, ഇതിനാ ഞാൻ കൊറോണ വരുത്തിയേ. നിങ്ങളെല്ലാരും മുഖാമുഖമൊക്കെ പലരും ഒന്ന് കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെന്ന് ആലിംഗനം ചെയ്യാൻ, വിശുദ്ധന്മാരുടെ നടുവിൽ ദൂതന്മാരെ പോലെ. ആ ദിനം ആസന്നമായി കേട്ടോ. എന്റെ അപ്പന്റെ വരവ് ആസന്നമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുങ്ങാം. കർത്താപ്പച്ച ആ ദിനം അനേക വാക്യങ്ങളുണ്ട് ദൈവം കണ്ടത്. ദൈവമക്കളെ, ഭവനത്തിൽ നിന്ന് ഇറങ്ങിയോടിയ ഹാഗാറിനെ ദൈവം കണ്ടു. അവള് പറയുന്നുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ, കാഠിന്യം കണ്ടു. അടുത്തത് വാഗ്ദത്ത സന്തതിയുടെ കരച്ചിൽ ദൈവം കണ്ടു. സങ്കീർത്തനത്തിൽ 139:16 നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ കണ്ടു. എന്തിനു വേണ്ടി? നിത്യതയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 20 പറയുന്നു, കണ്ണീർ കണ്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവം നമ്മളെ കാണും കേട്ടോ. ദൈവം കണ്ടിരിക്കുക. ഈ രാത്രി ദൈവം നമ്മുടെ നിലവിളി കേട്ടിരിക്കുകയാ. ഒന്ന് വിശ്വസിക്കാമോ? കർത്താവെ, ദൈവം കണ്ടിരിക്കുന്നു. ദൈവം കണ്ടതിനായി സ്തോത്രം. കണ്ടു കഴിഞ്ഞ ദൈവം ചിലത് തുറക്കുകയാ. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ, ഈ കടന്നു വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ, ഇപ്പൊ 67 പേരുണ്ട്. അവർ ഏതെല്ലാം വിഷയത്തിന് ഭാരപ്പെടുന്നു. കർത്താവ്, ഈ 67 പേരുടെയും, അവരുടെ ഹസ്ബൻഡ്, അവരുടെ വൈഫ്, അവരുടെ തലമുറകൾ, അവരുടെ ഏതെല്ലാം മേഖല, ആത്മീക മേഖലകളാണോ, സാമ്പത്തിക മേഖലകളാണോ, ശാരീരികമായിട്ട് അനുഭവിക്കുന്ന വിഷയമാണ്, ഏതാണേലും എന്റെ ദൈവം ഇന്ന് കണ്ട് ദൈവം മറുപടി അയച്ചിരിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ. ഇന്നു തന്നെ ചില സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ കർത്താവേ. അത് ബീന സിസ്റ്ററോട് വിളിച്ച് പറയട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിക്കട്ടെ കർത്താവ്. ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇങ്ങനെ ഒരു അവസരം തന്ന ആമേ ബീന സിസ്റ്ററോട് ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. മാറാനാഥാ, നമ്മുടെ കർത്താവ് വരാനാണ്.